അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുരുഷന്മാർ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയായിരിക്കണം, ഏത് രൂപത്തിലുള്ളതായിരിക്കണം എന്നെല്ലാം നാം പറയുകയുണ്ടായി. അതുപോലെ ഇന്ന് നാം കാണുന്നതാണ് പല ചെറുപ്പക്കാരുടെ കൈകളിലും ബ്രേസ്ലെറ്റ് പോലത്തത്, അതല്ലെങ്കിൽ കഴുത്തിൽ മാല പോലത്തത്. ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇസ്ലാമിൻ്റെ വിധി? എന്താണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്? സ്വർണമാകാതിരിക്കട്ടെ, വെള്ളിയാകാതിരിക്കട്ടെ എന്നതല്ല വിഷയം. സ്വർണമായാൽ പുരുഷൻ ഒരിക്കലും പറ്റുകയില്ല, അത് മോതിരം തന്നെ പറ്റുകയില്ല. വെള്ളി മോതിരം തന്നെ ഒന്ന് മാത്രമാണ് ഇസ്ലാം ഇസ്ലാം ധരിക്കാൻ വേണ്ടി ഹലാലാക്കിയിട്ടുള്ളത്, സുന്നത്താക്കി കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നിൽ കൂടുതൽ മോതിരങ്ങൾ ധരിക്കൽ ഹറാമാണെന്നതുപോലെ അത് വെള്ളിയാകാതിരിക്കട്ടെ, വെള്ളിയാകട്ടെ എന്തു തന്നെയായാലും ഒന്നിൽ കൂടുതൽ മോതിരങ്ങൾ ധരിക്കൽ ഹറാമായതുപോലെ കഴുത്തിലോ കൈകളിലോ ബ്രേസ്ലെറ്റ്, മാല, ചെയിന് പോലത്തത് ധരിക്കുന്നത് കടുത്ത ഹറാമാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്താണ് കാരണം? വലാകിൻ യഹ്റുമു അലർ റജുലി കദാലിക തശബ്ബുഹു ബിന്നിസാ. സ്ത്രീകളുമായിട്ട് സാദൃശ്യപ്പെടുക എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ പുരുഷന്റെ മേലില് അത് ഹറാമാകും. വലാ യജൂസു ലിർറജുലി അൻ യൽബസ ഖവാതിമ മിൻ ഫിദ്ദത്തിൻ. അപ്പോൾ ഒരു പുരുഷനിക്ക് ധാരാളം മോതിരങ്ങൾ ധരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇത്തരം ധാരാളം മോതിരങ്ങൾ ധരിക്കുക എന്നുള്ളത് അത് സ്ത്രീകളുടെ കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് മാലയും. ഈ മാല, അതുപോലെ തന്നെ കൈകൾ ധരിക്കുന്ന ബ്രേസ്ലെറ്റ് പോലത്തത്, അതുപോലെ തന്നെ ചെവികളിലെല്ലാം സ്ത്രീകൾ ചെയ്യുന്നത് പോലെയുള്ള കാതുകുത്തുന്ന പരിപാടി, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ ചെയ്യുന്നത് കടുത്ത ഹറാമാണ്, ഇസ്ലാം വിലക്കിയ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. കദാലിക്കൽ ഖിലാദതു ഫയഹറുമു അലൈക അൻ തൽബസ സൽസലതൻ വലൗ മിൻ ഫിദ്ദത്തിൻ ലിമാ ഫീ ദാലിക മിൻ അത്തശബ്ബുഹി ബിന്നിസാ فإن التحلي بالقلائد والخواتم والقروط بالآذان من زينة النساء. ഇത്തരം കാര്യങ്ങൾ, അതാണ് ഖുറൂത്ത് ബിൽ ആദാൻ എന്ന് പറഞ്ഞാൽ ചെവികളിൽ കുത്തുന്നത്, ചെവി കുത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ മോതിരങ്ങൾ, അതുപോലെ തന്നെ മാലകൾ, ഇത്തരം ആഭരണങ്ങൾ പുരുഷന്മാർ ധരിക്കൽ കടുത്ത ഹറാമായ കാര്യമാണ്. മോതിരങ്ങൾ എന്നാണ് പറഞ്ഞത്, മോതിരം എന്നല്ല. വഫിൽ ഹദീസി സ്വഹീഹി, സ്വഹീഹായ ഹദീസിൽ കാണാം, ലഅനല്ലാഹുൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാഇ വലഅനല്ലാഹുൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർറിജാൽ. സ്ത്രീകളുമായിട്ട് സാദൃശ്യപ്പെടുന്ന പുരുഷന്മാരെയും പുരുഷന്മാരുമായിട്ട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെയും അല്ലാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് കൂടിയാണിത്. നിന്റെ ഗൗരവം ഓരോ ചെറുപ്പക്കാരായ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മനുഷ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലാ യജൂസു ലിർറജുലി ലുബ്സുൽ മൈദാലിയത്തി ഫിൽ ഉനുഖി ലിമാ ഫീ ദാലിക മിന തശബ്ബുഹ് ബിന്നിസാ വഖദ് ലഅന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളുമായിട്ട് സദൃശ്യപ്പെടുന്ന പുരുഷന്മാരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, നാം ഇന്ന് പലരുടെയും കഴുത്തിലും അതുപോലെ തന്നെ കൈകളിലുമെല്ലാം കാണുന്ന ബ്രേസ്ലെറ്റ്, മാലകൾ പോലത്തത്, അത് വെള്ളിയാകട്ടെ വെള്ളിയാകാതിരിക്കട്ടെ എന്ത് തന്നെയായാലും മറ്റൊരു ജിൻസുമായിട്ട്, സ്ത്രീയുമായിട്ട് സദൃശ്യപ്പെടുക എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഹറാമായ കാര്യമാണ്. മാലയുടെയോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റിന്റെയോ മാത്രം ഉള്ള കാര്യമല്ല, ഇത് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറഞ്ഞത്. മറ്റു വസ്ത്രത്തിലും ഇതുപോലെ തന്നെയാണ്. സ്ത്രീകളുടെ വസ്ത്രം പുരുഷൻ ധരിക്കലും പുരുഷന്റെ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീ ധരിക്കലും അതും സദൃശ്യപ്പെടുക എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് അത് നിഷിദ്ധമാക്കിയ കാര്യമാണ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.